ഹലോ, ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഫ്ലെയിം ഓണാക്കി കറി വയ്ക്കാനുള്ള പാത്രം വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 3 മീഡിയം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റാം. ഉള്ളി ഇട്ട ഉടനെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ലിഡ് കൊണ്ട് അടച്ചു വെച്ച് സ്ലോലി കുക്ക് ചെയ്തെടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ. ഞാൻ മല്ലിപ്പൊടി പുറത്തുനിന്ന് മേടിക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ വറുത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച പൊടിയാണെങ്കിൽ ഇത്രയും വറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണ്ടവർക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. തക്കാളി നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അത് ഇളക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ക്യാപ്പായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ടോട്ടൽ 2 കപ്പ് വെള്ളം യൂസ് ചെയ്തു. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.1 kg വരും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. കുക്കിംഗ് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മെഷർമെൻറ്റ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. താങ്ക് യു.